അപ്പോൾ നോമ്പൊക്കെ ആണല്ലേ, അതുകൊണ്ട് നമ്മുടെ കോളേജിലെ ക്ലാസ്സിലെ പിള്ളേരായിട്ട് ഒരു ചെറിയൊരു ഇഫ്താർ പാർട്ടി സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഷടപടയെന്നായിരുന്നു കേട്ടോടാ. നമ്മൾ പെട്ടെന്നായിരുന്നു ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ള ടൈമിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രണ്ട്സ് കുറച്ച് പേര് കൂടി ചേർന്ന പരിപാടിയായിരുന്നു കേട്ടോ. നമ്മൾ അത് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ഷടപടയെന്നായിരുന്നു കേട്ടോ. നമ്മളെ വെയിറ്റ് ചെയ്ത് അവർ നിൽക്കുമായിരുന്നു, കാരണം നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ടൈം ആയിട്ട്. പിന്നെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ സാറിന്റെ ഫ്ലാറ്റിലായിരുന്നു കേട്ടോ. അവിടേക്ക് കയറിയപ്പോൾ തൊട്ട് എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയൊരു നോമ്പുകളാണ് കേട്ടോ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ടായിരുന്നത്. എന്താ അല്ലേ. പിന്നെ അങ്ങോട്ട് ഓരോരുത്തരും ക്ലീനിങ് ആയി, കട്ടിങ് ആയി, കുക്കിംഗ് ആയി, അങ്ങനെ ഷടപടയെന്നായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് നോമ്പ് തുറക്കാൻ സമയമായിട്ട് ഓരോരുത്തരായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേർ. ഇവന്മാരാണെങ്കിൽ നോമ്പുതറൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എന്തല്ലേ മോയന്തന്മാര്. ഇത് കണ്ടില്ലേ, ഞാൻ പോലും അറിയാതെ ആരൊക്കെ എന്റെ ഫോണിൽ നിന്ന് എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് നല്ല തന്നെ. അങ്ങനെ നമ്മുടെ ഫുഡും വന്നിട്ടോ. പിന്നെ ഇതാട്ടോ നമ്മുടെ സാറ്. ഈ സാറിന്റെ ഫ്ലാറ്റിലാട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇതാ കണ്ടില്ലേ, നോമ്പ് തുറന്ന മാത്രം ഓർമ്മയുള്ള കേട്ടോ. പിന്നെ ഇവന്റെ വായിലൊക്കെ ഫുഡ് തന്നെ ഫുഡായിരുന്നേ. നോമ്പ് തുറന്ന അവിടെ വയറങ്ങോട്ട് ഫുള്ളായിട്ടോ. പിന്നെ അനങ്ങാനും തിരിയാനൊന്നും എനിക്ക് കഴിയല. പിന്നെ എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത് ഈ മന്തി എങ്ങനെ കഴിക്കൂന്നായിരുന്നു കേട്ടോ. കാരണം വയറൊക്കെ നിറഞ്ഞ റാഹത്തായിട്ടുണ്ടായിരുന്നേ. തട്ടൊക്കെ ഇട്ടാലേ അപ്പൊ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആവാല്ലേ. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. കളിയും തമാശകളൊക്കെ പറഞ്ഞ് സൂപ്പർ ആയിരുന്നേ. യൂനൂല് ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ ഞാനാട്ടോ കളി തോറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഈവനിങ് നമ്മൾ മാക്സിമം അടിച്ചു കളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ് സാറൊക്കെ ആയിട്ട് നൈസ് ആയിരുന്നടാ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ പോയി ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ട് കാണുന്നവരെ ബൈ.